വ്യാജ വാർത്തയെ ചൊല്ലി മലയാളത്തിലെ രണ്ട് ചാനലുകൾ തമ്മിൽ കോടതിയിൽ പോര്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖർ തനിക്കെതിരെ വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തത്. കർണാടകത്തിലെ ഭൂമി കുംഭകോണത്തിന്റെ പേരിൽ വ്യാജ വാർത്ത നൽകി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ തന്നെ അവഹേളിച്ചു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മാനനഷ്ട കേസ്. റിപ്പോർട്ടർ ടിവി ഉടമയായ ആന്റോ അഗസ്റ്റിൻ അടക്കമുള്ളവർക്കെതിരെ ഏഷ്യാനെറ്റ് വ്യാജ വാർത്ത നൽകിയെന്നാരോപിച്ച് 150 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് റിപ്പോർട്ടർ ടിവി ഉടമകളും ഫയൽ ചെയ്തത്. റിപ്പോർട്ടർ ടിവിക്കെതിരായ വ്യാജ വാർത്തകൾ നീക്കണമെന്ന വിധി കോടതി നൽകിയെന്നുമാണ് റിപ്പോർട്ടർ ടിവി അവകാശപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അപർണ, രാജീവ് ചന്ദ്രശേഖർ 100 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തതിൽ പറയുന്നത് തന്നെ അവഹേളിക്കുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന BJP അധ്യക്ഷൻ കൂടിയായ തന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാർത്തകൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്നു എന്നുള്ള ആരോപണമായിരുന്നുവല്ലോ. ഇതിനു മുൻപ് തന്നെ ഏഷ്യാനെറ്റിനെതിരെയുള്ള മാനനഷ്ട കേസ് കൊടുത്തിരുന്നോ റിപ്പോർട്ടർ ടിവി? അത് മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടാണല്ലോ, അല്ലേ? മഞ്ജുഷ, മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതിന് ശേഷമുള്ള മറ്റൊരു വഴിത്തിരിവിലേക്ക് കടക്കുന്നു. അത് നേരത്തെ മഞ്ജുഷ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ രണ്ട് ചാനലുകൾ തമ്മിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് വരെ കടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാജീവ് ചന്ദ്രശേഖർ ഭൂമി തട്ടിപ്പ് നടത്തി BPLുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവി കൊണ്ടുവന്ന വാർത്ത 2003 സുപ്രീം കോടതി തള്ളിയ ഭൂമി പതിച്ചു നൽകലിലെ ക്രമക്കേട്, ആ ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒക്ടോബർ 26-ന് റിപ്പോർട്ടർ ടിവി സംപ്രേഷണം ചെയ്ത വാർത്തയിൽ ഉണ്ടായിരുന്നത് എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിഭാഷകർ ഇതിനകത്ത് പറയുന്നത്. പ്രധാനമായും അന്ന് 500 കോടി രൂപയുടെ തട്ടിപ്പ് രാജീവ് ചന്ദ്രശേഖർ നടത്തി. BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ആ തരത്തിലുള്ള തട്ടിപ്പ് നടത്തി എന്ന തരത്തിലുള്ള വാർത്തയാണ് അന്ന് പുറത്ത് വന്നിരുന്നത്. അത് ആ സമയത്ത് തന്നെ മെസ്സിയുടെ വരവ് ഉണ്ടാവുകയില്ല എന്ന വിവാദം മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ടർ ടിവി അത്തരത്തിലൊരു വാർത്ത കൊണ്ടുവരുന്നത് എന്നുള്ളൊരു വിമർശനം BJP വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് പരസ്യമായിട്ടും സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്ന കാര്യം കൂടിയാണ്. അതിനുശേഷം BPL വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് പരിപൂർണമായിട്ട് ഈ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ കള്ളമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ രാജീവ് ചന്ദ്രശേഖരന് BPL ലിമിറ്റഡുമായിട്ട് ഇല്ല. ഈ പതിച്ച് നൽകിയ ഭൂമിയിൽ 1996-നും 2004-നും ഇടയ്ക്ക് BPL 450 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിരുന്നു. അതൊക്കെയാണ് കമ്പനി വ്യക്തമാക്കിയിരുന്നത്. ഈ അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായുള്ള തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിടുന്നത്, പലതരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നത്. അതിനെ മാധ്യമ മേഖലയിൽ ചില ക്രിമിനലുകൾ അത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയാണ്, അതൊക്കെ നേരിടും എന്നുള്ളൊരു പരാമർശം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിവാദത്തിന് ശേഷം പരസ്യമായി നടക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് മെസ്സി തട്ടിപ്പ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് തനിക്കെതിരായിട്ടുള്ള ഭൂമി വിൽപ്പന ആരോപണം ഉന്നയിക്കുന്നത് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഏഷ്യാനെറ്റിനെതിരെ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്ന നടപടി എന്താണ്? അതേക്കുറിച്ചുള്ള എന്ത് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ, ഏഷ്യാനെറ്റിനെതിരെ 150 കോടി രൂപയുടെ ഏഷ്യാനെറ്റിനെതിരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തപ്പോൾ തിരിച്ച് റിപ്പോർട്ടർ ടിവി കൊടുത്തിരിക്കുന്നത് 150 കോടി രൂപയുടെ മാനനഷ്ട കേസാണ്. അത് ഏഷ്യാനെറ്റ് കൊടുത്ത വ്യാജ വാർത്ത മറയ്ക്കണം, സമൂഹ മാധ്യമങ്ങളിൽ അതടക്കം പരാമർശങ്ങളുണ്ട്, അത് കൊടുക്കണമെന്ന തരത്തിലുള്ള കേസ് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ ടിവി എന്ന് റിപ്പോർട്ടർ ടിവി തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതേസമയം ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപ കൊടുത്ത മാനനഷ്ട കേസ് കൊടുത്ത വാർത്തയാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. BPLന്റെ വാദങ്ങളടക്കം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ടിവിക്കെതിരെ 9 പേർക്കെതിരെ ആന്റോ അഗസ്റ്റിനും ഒപ്പം മറ്റ് റിപ്പോർട്ടർമാരും അടക്കം ബ്യൂറോ ചീഫ് അടക്കമുള്ള റിപ്പോർട്ടർമാർക്കടക്കം ചേർത്താണ് 9 പേർക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന 100 കോടി രൂപയുടെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതും 7 ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് നോട്ടീസിലുണ്ട്. അതിന് തൊട്ടുപുറകെയാണ് റിപ്പോർട്ടർ ടിവി ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. 150 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയുള്ള വാർത്ത കൊടുത്തിരിക്കുന്നത്, ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളും എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മഞ്ജുഷ്, ശരി, അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജ വാർത്തയുടെ
പേരിലാണ് റിപ്പോർട്ടർ ടിവിയും ഏഷ്യാനെറ്റും തമ്മിൽ പരസ്പരം കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ തന്നെ അവഹേളിക്കുന്നതിനു വേണ്ടിയാണ് റിപ്പോർട്ടർ ടിവിയിൽ വ്യാജ വാർത്ത വന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് 100 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. മാനനഷ്ടത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് 9 പേർക്കെതിരെയാണ് ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഈ